നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് വലിയ ഒരു കടമയുണ്ട്. അതൊരു കടമയാണ്, നമ്മളത് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ ജെർത്രൂദിന്റെ ഒരു സുന്ദരമായ പ്രാർത്ഥനയുണ്ട്. ഒരു നല്ല ഒന്നാന്തരം പ്രാർത്ഥനയാണ്. ഞാൻ ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലിത്തരാം, നിങ്ങൾ അതൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. നിത്യപിതാവേ, ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്, നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എന്റെ കുടുംബത്തിലെയും പാപികൾക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെച്ചു കൊള്ളുന്നു. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കത്തോലിക്ക തിരുസഭയിൽ അനേക പ്രാർത്ഥനകൾ നമുക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട്. കുടുംബങ്ങളിലൊക്കെ കുരിശു വരച്ച് പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വീട്ടിലെ സായാഹ്ന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. അതേത് പ്രാർത്ഥനയാ? മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാക്കണമേ. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണേ? നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവർ ഈ ഭൂമിയിൽ അറിഞ്ഞും അറിയാതെയും ഏതെങ്കിലും പാപങ്ങളും കടങ്ങളും വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ പേരുകൾ പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാക്കണമേ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരുച്ചോരയെ കുറിച്ച് അവരുടെ മേൽ കരുണയുണ്ടാകണമേ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന മരിച്ചുപോയ വ്യക്തികളുടെ പേരുകൾ പറഞ്ഞ്, അപ്പൻ മരിച്ചുപോയി, അപ്പന്റെ പേര് പറഞ്ഞ്, അമ്മ മരിച്ചുപോയി, അമ്മയുടെ പേര് പറഞ്ഞ്, സഹോദരങ്ങൾ മരിച്ചുപോയി, അങ്ങനെ സഹോദരങ്ങളുടെ പേര് പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാ അങ്ങനെ അവരുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ അടുത്ത മക്കൾ, അടുത്ത തലമുറ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളേതായാലും മരിക്കുമല്ലോ, മരിക്കുകയല്ലേ? മരിക്കും. ചേട്ടാ മരിക്കും, ചേച്ചി മരിക്കും, നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടേ? ഇപ്പൊ ചിലരുടെ ഒരു സങ്കടം എന്താ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതുങ്ങൾ അടുത്തില്ല, പിന്നെയാണ് മരിച്ചു കഴിയുമ്പോൾ. എന്നെ പ്രിയപ്പെട്ടവരെ, ശരിയാണ്, മക്കളൊന്നും ഒരുപക്ഷെ അടുത്തില്ല, പക്ഷേ അവരെത്ര ദൂരം അകലെയാണെങ്കിലും അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ശൈലി നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ മക്കൾ അത് കണ്ടു പഠിക്കും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കളും പ്രാർത്ഥിക്കത്തില്ല. കാരണം അവര് ചിന്തിക്കും, അവരിത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഓർക്കണം, ദിവ്യബലിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ ഈ വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജപമാലയിൽ ഒരു സുന്ദരമായ പ്രാർത്ഥന തന്നിട്ടുണ്ട്. ഏത് പ്രാർത്ഥനയാണ്? ജപമാലയിൽ ഒരു സ്വർഗസ്ഥനായ 10 നന്മ നിറഞ്ഞ മറിയം, അതിനുശേഷം നമ്മൾ ഏത് പ്രാർത്ഥന ചെല്ലുന്നത്? ഓ എൻ്റെ ഈശോയെ, എല്ലാവരും കൂടെ ചെല്ലിക്കേ, ഓ എൻ്റെ ഈശോയെ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ആർക്കാ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളത്? പറഞ്ഞേ, അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവർ ആരാന്ന്? ശുദ്ധീകരണ ആത്മാക്കള്. അതുകൊണ്ടാണ് ആ ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവര്, ഇങ്ങനെ മരിച്ചവര്, അങ്ങനെ മരിച്ചവര്, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചിലരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത,
ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ അച്ഛാ? ആത്മഹത്യ ചെയ്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? കൊലപാതകം, അപകട മരണം, ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ മരണത്തിന്റെ അവസാന നിമിഷം എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയാവോ? അറിഞ്ഞുകൂടാ. ഉദാഹരണത്തിന്, ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് കടന്നു വരുന്ന ഒരു പൈശാചിക പീഡയുടെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യ. പക്ഷേ ആ മരണത്തിന്റെ അവസാന നിമിഷം അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും അതിന്റെ അവസാന നിമിഷം അയാളുടെ ഉള്ളിൽ ഈശോയേന്ന് വിളിച്ചിട്ടാണ് മരിച്ചതെന്ന് നമുക്കറിയാവോ? അറിഞ്ഞുകൂടാ. ഒരു കൊലപാതകം നടക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഏതെങ്കിലും അവസാനത്തെ ഒരു നിമിഷം യേശോയെന്ന് വിളിച്ചിട്ടുണ്ടോ നമുക്കറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ വിധിക്കണ്ട. ഇവൻ നരകത്തിൽ പോകും, അങ്ങനെ പറയരുത്. അങ്ങനെ പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം സർവശക്തനായ ദൈവമാണ് സ്വർഗവും നരകവും ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മൾ ആരുമല്ലല്ലോ. നമ്മൾ എങ്ങനെ വിധിക്കും? നീ നരകത്തിലേ പോവുള്ളൂ. വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലക്ക് ഭാഷ അങ്ങനെയുണ്ടല്ലോ അല്ലേ, നീ നരകത്തിലേ പോവുള്ളൂ. അങ്ങനത്തെ ഭാഷ വേണ്ട. നമ്മൾ ആരാ നിശ്ചയിക്കാനായിട്ട് നീ നരകത്തിലേ പോവുള്ളെന്ന്? കഴിഞ്ഞ നാളിൽ പ്രാർത്ഥനക്കാരിയുടെ ഒരു മകൻ, പ്രാർത്ഥനക്കാരിയാണ് ചേച്ചി, കുടുംബനാഥ, മകൻ പള്ളിയിലില്ല, പ്രാർത്ഥനയില്ല. അപ്പൊ ഈ ചേച്ചി പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഒന്ന് സംസാരിച്ചു. അച്ഛാ, അവനെ അച്ഛൻ ഉപദേശിക്കണം, അച്ഛൻ അവനെ ശരിയാക്കണം. അപ്പൊ ഞാൻ ഇവനോട് സംസാരിച്ചു. എടാ, നീ എന്താ പള്ളി വരാത്തത്? നീ എന്താ ധ്യാന കേന്ദ്രത്തിൽ വരാത്തത്? പണ്ട് നീ പള്ളി വന്നുകൊണ്ടിരുന്നതാണല്ലോ, പണ്ട് നീ ഓൾട്ടർ ബോയ് ആയിരുന്നല്ലോ. വേണ്ട അച്ഛാ, ആ പണി എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ചു, അതെന്താ? അച്ഛാ, അമ്മ വരുന്നുണ്ടല്ലോ, അത് മതി അച്ഛാ. ഞാൻ പറഞ്ഞു, പോരടാ എൻ്റെ അച്ഛാ. അച്ഛൻ അറിയോ, അമ്മ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോടും എൻ്റെ അപ്പനോടും അമ്മ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളൊക്കെ നശിച്ച് നരകത്തിൽ പോ, ഞാൻ മാത്രം സ്വർഗത്തിൽ പോ. നിങ്ങളൊക്കെ നശിച്ച് നരകത്തിൽ പോ, ഞാൻ മാത്രം സ്വർഗത്തിൽ പോ. എൻ്റെ അച്ഛാ, എൻ്റെ അമ്മ പോകുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യമില്ല. എൻ്റെ അമ്മ വരുന്ന സ്വർഗത്തിൽ എനിക്ക് വരാൻ താല്പര്യമില്ല അച്ഛാ, അതുകൊണ്ട് എന്നെ ക്ഷണിക്കണ്ട. എങ്ങനെയുണ്ട്? നമ്മൾ ആരാണ് സ്വർഗവും നരകവും നിശ്ചയിക്കാൻ? നമ്മൾ ആരെ എങ്ങനെയാണ് വിധിച്ചു മാറ്റി നിർത്തുന്നത്? നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. ആരെയും നമ്മൾ വിധിക്കണ്ട. നമ്മുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന കൊണ്ട് വേണം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്ര കാലം പ്രാർത്ഥിക്കണമെന്നൊരു ചോദ്യമുണ്ട്. എന്താ ഉത്തരം? നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം. അതേന്ന്, നിന്റെ മരണം വരെ നീ പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ ദൈവം നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം വരെ നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 നമ്മുടെ പ്രാർത്ഥന വഴി അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിച്ചാൽ എന്താ മെച്ചമെന്നറിയോ? അവര് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തി സ്വർഗത്തിലേക്ക് എത്തിയാൽ ആ വ്യക്തി പിന്നീട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എത്ര വലിയ അനുഗ്രഹമാണ്. അന്തോനിസ് പുണ്യവാളിലും യൂദ തദേവൂസും അൽഫോനിസാമയും ചാവറ പിതാവൊക്കെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ അവരുടെ മുമ്പിൽ നൊവേന ചൊല്ലുന്നത്, പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത്. എന്ന പോലെ തന്നെ നിന്റെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവർക്ക് സ്വർഗ സൗഭാഗ്യം ലഭിക്കും. അവര് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടുണ്ട് മെച്ചം. ഒന്നാമത്തെ മെച്ചം, നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രണ്ടാമത്തെ കാര്യം, ഈ അനുഗ്രഹം ലഭിക്കുന്നവർ, പ്രാർത്ഥിച്ച് അവര് സ്വർഗ സൗഭാഗ്യം ലഭിക്കുന്നവർ, അവര് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഡബിൾ എഫക്റ്റ് ആണ്. രണ്ട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ട വലിയൊരു തീരുമാനമാണ് ഏത്? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് കുടുംബത്തിൽ നിന്നും മാത്രം മൺമറഞ്ഞു പോയവരല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അപ്പന്റെ തലമുറയിൽപ്പെട്ടവര്, അവരെ ഓർക്കണം. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, പക്ഷെ അവരെ കുറിച്ച് നമ്മൾ ഓർക്കണം. പ്രാർത്ഥനയിൽ അവരെ സമർപ്പിക്കണം. അമ്മയുടെ തലമുറയിൽപ്പെട്ടവർ, അവരെ നമ്മൾ ഓർക്കണം, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം ചില കുടുംബങ്ങളിലൊക്കെ ചില തകർച്ചകൾ അതിങ്ങനെ കാലങ്ങളായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ചില കുടുംബങ്ങളിൽ ഈ സ്വത്ത് ഭാഗം വെപ്പിനെ തുടർന്നുള്ള വഴക്ക്,
എത്ര തലമുറ പോയിട്ടും അത് തീരുന്നില്ല. ഇല്ലാത്തവരൊന്നും അല്ല, ഉള്ളവര്. ഇപ്പൊ 5 സെന്റ് സ്ഥലം ഉള്ളൂ, അതിന്റെ പേരിൽ കടിപിടി കൂടുന്നതിനേക്കാൾ വലുതായ യുദ്ധങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്ക് സംഭവിക്കുന്നുണ്ട്. കോടതിയിലാ കേസ് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇപ്പൊ ഉള്ളതൊന്നും ആസ്വദിക്കാനും പറ്റുന്നില്ല. പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, കയ്യിൽ 5 നയാ പൈസ ഇല്ല. അല്ലേ? പേരും പ്രശസ്തിയുണ്ട്, വീട്ടിൽ സമാധാനമില്ല. പറയുമ്പോഴത്തേക്ക് പാരമ്പര്യം പലതും പറയാനുണ്ടാവും. പിന്നെ അച്ഛൻ എന്തറിയാം, ഞങ്ങളുടെ കുടുംബമാണ് ഈ പള്ളി പണിയാൻ സഹായിച്ചത്, ഞങ്ങളുടെ കുടുംബമാണ് ഇപ്പോൾ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ സ്വന്തമാണ്, അല്ലേ? ഈ കോൺവെന്റ് ഇവിടെ സ്ഥാപിച്ചത് എൻ്റെ കുടുംബമാണ്, എൻ്റെ അപ്പൻ ഇഷ്ടദാനം കൊടുത്തതാണ്. അത് പറയാനൊക്കെ കൊള്ളാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴേ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഇപ്പോഴത്തെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയിൽ ഈ മേഖലകളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ മേഖലകളിൽ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കടമയാണ് എനിക്കും നിനക്കുമുള്ളത്. തിരുസഭ ഇപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യവും ഇത് തന്നെയാണ്. നീ എത്രത്തോളം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിലേ മരണമുണ്ടെന്നും സ്വർഗം നരകമുണ്ടെന്നും തനത് വിധി പൊതുവിധി ഉണ്ടെന്നും വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഇല്ലെങ്കിൽ ഇങ്ങനെ 100,000 ചോദ്യം ചോദിക്കും. എന്തിനാ സെമിത്തേരി പോണത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മരിച്ചവർ മരിച്ചു, ഇനി അവരുടെ കാര്യമൊന്നും അന്വേഷിക്കണ്ട. അങ്ങനെയല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല, അത് നമ്മുടെ കടമയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നിന്റെ കടമയാണ്. കടമ നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ അത് നിന്റെ ഔദാര്യത്തിന്റെ ഭാഗം അല്ലെന്ന്, നിന്റെ കടമയാണ്. നീ അത് ചെയ്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന വീട് അല്ലേ, നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരുണ്ട്. പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരൊന്ന് കൈപൊക്കിക്കേ. പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവര്, എല്ലാ കുടുംബങ്ങളിൽ തന്നെ പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരുണ്ട്. ഇനി നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ നേടിയ മണ്ണുണ്ട്, നിങ്ങളുടെ സമ്പത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെന്ന് ഇന്ന് ആരാണോ അത് നമുക്ക് പാരമ്പര്യമായിട്ട് വന്ന കുറെ കാര്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ നമ്മൾ. ഇപ്പൊ എൻ്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പന്റെ മരണശേഷം അത് ആർക്ക് കിട്ടും? എനിക്ക് കിട്ടും, അല്ലേ? ഇനി അപ്പൻ മരിക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപ കടം വരുത്തി വെച്ചിട്ടാണ് അപ്പൻ മരിച്ചത്. അപ്പന്റെ മരണശേഷം ആര് വീട്ടിൽ തീർക്കണം? ഞാൻ വീട്ടിൽ തീർക്കണം. അത് വീട്ടിൽ തീർന്നില്ലെങ്കിൽ അതൊരു കടമായി അവിടെ അവശേഷിക്കും. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, ആത്മീയ കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ കുടുംബത്തില് മൺമറഞ്ഞു പോയ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളും കടങ്ങളും വരുത്തി വെച്ചിട്ടാണ് മരിച്ചതെങ്കിൽ ആ പാപങ്ങളുടെയും കടങ്ങളുടെയും പൊറുതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കും നിനക്കും വലിയൊരു കടമയുണ്ട്. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.